എത്ര അധികം സസ്യങ്ങളാണ് ഈ വളർന്നു നിൽക്കുന്നത് അല്ലേ? ഇതിലൊക്കെ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്നതും എന്നാൽ നമുക്ക് അറിയാത്തതുമായ ഒരുപാട് സസ്യങ്ങളും കൂടി ഉണ്ടല്ലേ? അതിൽ ചില ഔഷധ സസ്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഔഷധ സസ്യമാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. കുറുന്തോട്ടിക്കും വാദമോ എന്ന ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? വാദത്തിന് ഏറ്റവും നല്ല മരുന്നാണ് കുറുന്തോട്ടി. അതുകൊണ്ടാവാം അങ്ങനെ ഒരു ചൊല്ല് വന്നതും. ഇതിൻ്റെ ഇല അരച്ചു നോക്കിയാൽ കൊഴുത്ത ഒരു ദ്രാവകമാണ് കിട്ടുന്നത്. നല്ല ഒരു താളിയായി ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ ഇല മുതൽ വേര് വരെ ഔഷധ ഗുണമുണ്ട്. ഇത് മുഴുവനായി പറിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. പൊതുവെ 27 തരം കുറുന്തോട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് 2-3 തരത്തിലുള്ള കുറുന്തോട്ടിയാണ് കാണപ്പെടുന്നത്. ഈ കാണുന്ന കുറുന്തോട്ടിയാണ് ആനക്കുറുന്തോട്ടി അഥവാ വട്ടക്കുറുന്തോട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇല കണ്ടോ, വട്ടത്തിലിരിക്കുന്നത്? അതുകൊണ്ടായിരിക്കാം അങ്ങനെ പേര് പറയുന്നത്. ഇതിൽ നിറയെ ചെറിയ മഞ്ഞപ്പൂവാണ് ഉണ്ടാകുന്നത്. ഈ നിൽക്കുന്നതെല്ലാം തൈയാണ് കേട്ടോ, പൂ ഉണ്ടായിട്ടില്ല. സാധാരണ ഒരു മരം തന്നെയാണ് കുറുന്തോട്ടി. അതായത് ഒരു മരം എത്ര കടുപ്പമേറിയതാണോ അതുപോലെ തന്നെയാണ്. ഇതാണ് ചേട്ടൻ കുറുന്തോട്ടി എന്ന് പറയുന്നത്. ഇതും സാധാരണയായി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റൊന്നാണ് വള്ളിക്കുറുന്തോട്ടി എന്നും പറയുന്നത്. ഇതിനൊക്കെയും ഔഷധ ഗുണം ഉണ്ട് കേട്ടോ. കുറുന്തോട്ടി കഴിച്ചാൽ ശരീരത്തിന് നല്ല ബലം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ വേര് കഷായം വെച്ച് കഴിക്കാറുമുണ്ട്. പ്രധാന തൈലമായ ധന്വന്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ് കുറുന്തോട്ടി. കൂടാതെ ഒരുപാട് രോഗത്തിന്റെ മരുന്നാണിത്. ഹൃദ്രോഗം, ചതവ്, മർമ്മചികിത്സ എന്നിവയ്ക്ക് കുറുന്തോട്ടി ചേർത്ത അരിഷ്ടവും കഷായവുമാണ് ഉപയോഗിക്കുന്നത്. പനിക്കും നല്ലൊരു മരുന്നാണ് കുറുന്തോട്ടി. പല്ലുവേദനയ്ക്ക് ഇതിന്റെ വേര് ചവച്ചാൽ നല്ല ശമനമുണ്ടാകുമെന്ന് പറയുന്നു. ഇത് പറിച്ചെടുക്കാനായിട്ട് നല്ല പ്രയാസമാണ്. ഉണങ്ങിയ മണ്ണാണെങ്കിൽ മണ്ണ് നനച്ചിട്ടാണ് പറിച്ചെടുക്കുന്നത്. വേര് പൊട്ടിപ്പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ മണ്ണ് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രയാസമില്ലാതെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. അതൊന്ന് പറിച്ചെടുത്തിട്ട് നോക്കാം. ഇതിൻ്റെ വേര് കണ്ടോ? ഇതിൻ്റെ വേര് തായ്വേരാണ് കേട്ടോ. മണ്ണിൽ നല്ല ബലത്തിൽ നിൽക്കുന്ന വേരാണിത്. ഇതിന് ബല എന്ന് പേര് കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേര് മുതൽ തണ്ട്, ഇല, പൂവ് എല്ലാം ഉൾപ്പെടെ മുഴുവനായിട്ടാണ് മരുന്നിന് എടുക്കുന്നത്. ഞാൻ പറഞ്ഞതിലും കുറേയേറെ ഉപയോഗങ്ങൾ ഈ കുറുന്തോട്ടിക്കുണ്ട് കേട്ടോ. മറ്റൊന്നിനും നമ്മളിത് നേരിട്ട് എടുത്തില്ലെങ്കിലും നമുക്കെല്ലാം താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ഔഷധ സസ്യത്തെ ഇനിയും കണ്ടില്ലെന്ന് ആരും വെക്കരുത് കേട്ടോ. ഇതൊക്കെ പറിച്ചെടുത്ത് നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്.